ഹലോ. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ മണ്ണാറശാല അമ്പലത്തിൽ വരണമെന്നുള്ളത്. ഇതുവരെ ഞാനിവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ രാവിലെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചെടുത്തൊരു യാത്രയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഒരു 10:30യോടെയൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 11:45. വന്നപ്പോഴത്തേക്ക് ഇതേ തിരക്ക് കണ്ടില്ലേ. എപ്പോൾ അകത്ത് കയറുമെന്ന് പോലും ഒരു ലക്ഷ്യമില്ലായിരുന്നു. അങ്ങനെ ഇടിയൊക്കെ കൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ കുരുത്തോല കൊണ്ടുള്ള ഈ ഒരു അലങ്കാരം കണ്ടത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതൊരു വല്ലാത്ത കഴിവല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒന്നും പറ്റുന്നൊരു കാര്യമല്ല. എത്ര സമയം എടുത്തിട്ടുണ്ടായിരിക്കും അത്രയും അവരത് ചെയ്ത് അത് ഫിനിഷ് ചെയ്യുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ് അല്ലേ. നമ്മളതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അതിനിടയ്ക്കാണത് അവിടെ കയറൊക്കെ മാറ്റി എല്ലാവരും ഫ്രണ്ടിലോട്ട് ഇടിച്ചോടി കയറിയേക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഭഗവാന്റെ മുന്നിലെത്തി. ഭഗവാനെ നല്ല രീതിയിലൊന്നും കാണാൻ പറ്റിയില്ല. ചെറിയ രീതിയിലൊക്കെ കണ്ട് തൊഴാൻ പറ്റുള്ളൂ. എന്നാലും സാരമില്ല. ആയില്യം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് തന്നെ വരാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇടിയൊക്കെ കൊണ്ടിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. നീങ്ങിയിട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ഓരോരുത്തും ചെന്ന് തൊഴാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം എടുത്തു. അതിൻ്റെ ഇടയ്ക്കൂടെ തിങ്ങി എരിങ്ങിയൊക്കെയാണ് പോയത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ആ ഈ എന്താ പറയുക, കാവിനകത്ത് ഈ വേരുകളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നത് കാണാൻ ഒരു വല്ലാത്ത ഭംഗിയല്ലേ. ഒരു വല്ലാത്തൊരു വൈബാണ്. അങ്ങനെ നിലവറയുടെയൊക്കെ അടുത്തുകൂടി ഇങ്ങനെ ഞങ്ങൾ നടന്നു പോയി. അകത്തോട്ടൊന്നും കയറാനുള്ളൊരു സമയം കിട്ടിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ താമസിച്ചാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റാവും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ കണ്ടതായി ഒരു കാഴ്ചയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ. ഇവർ അമ്പലത്തിനകത്താണ് കേട്ടോ നിൽക്കുന്നത്, പുറത്തല്ല. അവിടെ പ്രസാദം വിളമ്പുന്ന കൗണ്ടറിൻ്റെ ഭാഗത്താണ് ഇവർ നിൽക്കുന്നത്. അവിടെ നിന്നൊരു മാമനാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അവരത് വളരെ അക്ഷമരായിട്ട് യാതൊരു ബഹളവും ഇല്ലാതെ അത് കൊടുക്കുന്നതൊക്കെ വാങ്ങി കഴിച്ച് ഇങ്ങനെ അടുത്തതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം തരും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കിയത്. അത് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾക്കും വല്ലാത്തൊരു വിഷമം. അവന് ഉണ്ണിയപ്പം മേടിച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവനും ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് രാവിലെ ഉണ്ണിയപ്പമൊക്കെ മേടിച്ചു അവർക്കൊക്കെ കൊടുത്തു. അതിൻ്റെ കൂടെ കുഞ്ഞിക്കണ്ണനും കൊടുത്തു. അവനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവൻ ആ പട്ടികളുടെയൊക്കെ പുറകെ കൂടെ ഒന്ന് പോകാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്തേ വേറൊരു കോവിലിൻ്റെ മുന്നിലെത്തി. അവിടെയും കണ്ടിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം കണ്ടത്. എന്താണെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കുളമാണ് കേട്ടോ. ആ കുളത്തിലിങ്ങനെ കുറേ ആമകളൊക്കെ നിൽപ്പുണ്ട്. ആമയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. വലുതും ചെറുതും ഒക്കെ ആയിട്ട് കുറേ ആമകളുണ്ട്. അതിനെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനവിടെ നിന്ന് അമ്മയും മറ്റുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെയും അവരെ തിരഞ്ഞ് അമ്പലത്തിനകത്തെത്തി. ഇതിലേക്കൂടാണ് കേട്ടോ പുറത്തോട്ടിറങ്ങുന്നത്. അതുവഴി അമ്പലത്തിനകത്തെല്ലാം കയറി തൊഴുത് പുറത്തിറങ്ങി ഞങ്ങളിനി നടക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം ഉള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിച്ചിട്ടിരിക്കുന്നത്.